ദിസ് ഇസ് വാട്ട് എൻ്റെ ബെഡ് ലുക്സ് ലൈക്ക് റൈറ്റ് നൗ. ഞാൻ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ ഇതാണ് കോലം. മിക്കവാറും ഞാൻ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ ഇത് മടക്കാറില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ വൈറ്റ് ബെഡ്ഷീറ്റ് മാറ്റിയതിന് ശേഷം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ടു വിരിച്ചിടൽ ബിഫോർ ഐ ലീവ്. ഓക്കെ, സോ അതിനു മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് ക്യൂട്ട് എസ്തെറ്റിക്സ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇൻ മൈ റൂം കാണിച്ചു തരാം. This is my Christmas tree with എൻ്റെ central perk. Kando. This is one of my favorite pieces of decor. This, and look at this Santa Claus. Oh my god. He's Santa Claus. Kando guys. It's so cute. So yeah, this is some of my pieces in my Christmas tree. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതാണ് എൻ്റെ ഈ വർഷത്തെ ആൻഡ് എനിക്ക് തന്നെ കൊടുക്കുന്ന കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ്സ്. ഇതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ക്രിസ്മസ് വില്ലേജ് കണ്ടോ? ഇത് ഞാൻ ഹാൻഡ് പെയിൻറ്റ് ചെയ്തതാണ്. ഐ നോ ഇറ്റ് ഡസൻറ്റ് ലുക്ക് ദാറ്റ് ഗ്രേറ്റ്, ബട്ട് ഇറ്റ്സ് ഓവറോൾ എസ്തെറ്റിക്സിൽ ഇത് ക്യൂട്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഡിപ്രഷൻ അടിക്കാതെ ഇവിടെ യു കെയിൽ നിൽക്കുന്നത്. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ഡേ, ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ലൈക്ക് വേറെ എവിടെയും പോകാറില്ല. ഞാൻ വർക്ക് ആൻഡ് കമ്മിങ് ബാക്ക് ഹോമാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. സോ ഐ മേക്ക് ഷുവർ വെളിയിൽ പോകുമ്പോൾ കുറച്ചെങ്കിലും എഫേർട്ട് ഇടും ഇൻ മൈ അപ്പിയറൻസ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് പ്രെപ്പ് ചെയ്തിട്ടായിരിക്കും കുറച്ച് മേക്കപ്പ് ഇടും. ഐ ലവ് ഗെറ്റിംഗ് റെഡി. എനിക്ക് മേക്കപ്പ് ഒത്തിരി ഇഷ്ടമാണ്. ഐ കൻ പുട്ട് എ ലോട്ട് ഓഫ് മേക്കപ്പ് ആൻഡ് ഐ കൻ പുട്ട് ലിറ്റിൽ മേക്കപ്പ്. പിന്നെ ഞാൻ വേറെ എവിടെയും പോകുന്നില്ലാത്തതുകൊണ്ട് കുറച്ചിടാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി ഐ ട്രാവൽ ഫോർ വർക്ക്. ഞാനൊരു മൊബൈൽ ന്യൂക്ലിയർ മെഡിസിൻ പെറ്റ് CT ടെക് ആണ്. അപ്പോൾ വാട്ട് വി ഡു ഇസ് നമ്മൾക്ക് ഇങ്ങനെ ട്രെയിലേഴ്സ് കാണും പെറ്റ് CTയുടെ. അപ്പോൾ ആ ട്രെയിലേഴ്സ് പോകുന്ന സ്ഥലത്ത് നമുക്കും റൊട്ടേഷൻ കാണും, ഷിഫ്റ്റ് പോലെ. നമ്മൾ അവിടെ പോയിട്ട് സ്കാൻസ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് വേറൊരു ലൊക്കേഷനിലാണ്, മിൽട്ടൺ കീൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ആൻഡ് ഞാനിന്ന് പോകുന്നത് റെഡിങ്ങിലോട്ട്. അതൊരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ എൻ്റെ കൊളീഗ്സിനും എനിക്കും എല്ലാവർക്കും കാസ് ഉണ്ട് ഇവിടെ. അതാണ് ഇന്ന് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ ഇന്ന് റെഡിങ്ങിലോട്ട് പോകും. റെഡിങ്ങിൽ പോകണമെങ്കിൽ എനിക്കൊരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. സോ ഐ ഹാവ് ടു പ്ലാൻ ദ ഡേ. ഞാനിന്ന് ഒരു 1 മണിക്ക് മുമ്പിൽ ഇറങ്ങിയാൽ ട്രാഫിക് ഹിറ്റ് ചെയ്യാതെ അവിടെ എത്താൻ പറ്റും. അതാണ് എൻ്റെ പ്ലാൻ. എനിക്ക് ട്രാഫിക്കിൽ ഓടിക്കാൻ ഇഷ്ടമല്ല. ഓക്കെ, സോ ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആവാം. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ദിസ് എൻ്റെ ഫേവറേറ്റ് ലൂമി ഗ്ലോ ലോഷൻ. എല്ലാ പ്രൊഡക്ട്സും ആക്ച്വലി താഴെ പറഞ്ഞേക്കാം. ജസ്റ്റ് ഓൺ മൈ ചീക്സ്. എനിക്ക് വേറെ എവിടെ ഇഷ്ടമല്ല. പിന്നെ എവറിത്തിങ് ഇസ് അറ്റ് മൈ ഹാൻഡ്സ്. ഓക്കെ, ബ്രഷ് ഉണ്ട്, ഞാൻ കഴുകിയിട്ടില്ല. ലോറിയൽ പാരീസിന്റെ പാരഡൈസ് എന്ന് പറഞ്ഞ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി നൈസ്. വേറെ ഒന്നും ഇല്ലെങ്കിലും ബ്ലഷ്, ലിപ്സ്റ്റിക് ആൻഡ് മസ്കാര എപ്പോഴും ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ മസ്കാര അവോയ്ഡ് ചെയ്യും, പക്ഷെ ഐ ലവ് മസ്കാര. I'm trying so hard not to make that face right now that we see online. Okay. എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ ഐ ഫീൽ വെരി നേക്കഡ്. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക് ഇടാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം.
ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. അത് നൈക്കയുടെയാ. എൻ്റെ നൈക്കയുടെ മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡാ. ആൻഡ് ദെൻ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രൗൺ ലൈനർ. ഇത് സ്വിസ് ബ്യൂട്ടി ആണ്. ഇറ്റ്സ് ഷെറി ബ്രൗൺ. സോ ഇത് ഞാൻ സൈഡ്സിൽ ഇട്ട് കൊടുക്കും ബിക്കോസ് ആ ലിപ്സ്റ്റിക്ക് ഭയങ്കര ന്യൂഡ് ലിപ്സ്റ്റിക് ആണല്ലോ. എനിക്കങ്ങനെ സ്കാർസ് ഒന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് അറിയാം ഐ ഹാവ് ലൈക്ക് ആക്നെ സ്കാർസ്. ബട്ട് ലൈക്ക് ഐ ടോൾഡ് യു, ഞാനിന്ന് ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ആൻഡ് നോർമലി ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല. ഞാൻ എപ്പോഴും പാക്കിൻ്റെ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ഐ ഹാവ് ലൈക്ക് ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ള സ്കാർസ് ഓൺ മൈ ഫേസ്, ഐ ടച്ച് ദാറ്റ് പാർട്ട് വിത്ത് മൈ കൺസീലർ. ഇതെൻ്റെ എക്സാക്ട് സ്കിൻ ടോണിനുള്ള ഷെയ്ഡാണ്. പിന്നെ ലിറ്റിൽ ബിറ്റ് ഐലൈനർ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കേട്ടോ. ഇത് ഐടെക്സിൻ്റെ ഡാസ്ലർ. ഐ ലവ് ഹൗ തിൻ ഇത് എങ്ങനെ ഇത്രയും തിന്നായിട്ടുള്ളതുകൊണ്ട് എനിക്കിത് ഇഷ്ടമാണ്. ജസ്റ്റ് ഒരു ടൈനി ലൈൻ. ഓക്കെ, കഴിഞ്ഞു. ഇനി എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് ഡൈസൻ ചെയ്യും എൻ്റെ ഹെയർ പോകുന്നതിന് മുമ്പ്, സോ ദാറ്റ് നാളത്തേക്കും എനിക്ക് ഒന്നും ചെയ്യേണ്ട. ഞാൻ ഇന്നലെ തന്നെ കുളിച്ചിട്ട് കിടന്നതാ. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് നല്ല കേർലി ഹെയർ ആണ്. ആ ഹെയർ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡൈസൺ അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്തിട്ടാണ് വർക്കിന് പോകാറുള്ളത്. സോ ക്ലോസപ്പിൽ ഞാൻ എൻ്റെ മേക്കപ്പ് ഒന്ന് കാണിച്ചു തരാം. സോ ഇറ്റ്സ് ജസ്റ്റ് ഐലൈനർ, mascara, blush and this nude lipstick, and I absolutely love this lipstick. അതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. Just love it. This combination, ഞാൻ ഒരു ദിവസം എൻ്റെ റീൽസിനകത്ത് കാണിച്ചു തരാം how to do it perfectly and the shade and everything. I think I've already said it, but ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. അതിൻ്റെ വേറൊരു കോമ്പിനേഷനും കൂടി ഉണ്ട്. ഗ്ലോസ് ഇട്ടിട്ട് just amp it up a little bit. You can just put a little gloss and it looks amazing. ഇതിലുള്ള മെയിൻ അവസ്ഥ സോക്കറ്റിൽ വെച്ചിട്ട് പോയി അപ്പ ഹായ് പറപ്പ, ഹായ് പറപ്പ. എന്തെങ്കിലും പറഞ്ഞേ കുഞ്ഞുമണി, എന്തെങ്കിലും പറഞ്ഞേ. ഹായ് പറഞ്ഞേ, ഹായ്. Sharon, say hi, man. Say hi. Hey. Something I've started to enjoy after coming here was cooking. ഞാൻ മുമ്പ് കുക്കിംഗ് എൻജോയ് ചെയ്തിട്ടില്ല. ഐ ഹേറ്റഡ് ഇറ്റ്. ഇപ്പോൾ സാഹചര്യം കാരണം, ഓൾസോ ദ ഫാക്ട് ദാറ്റ് എനിക്ക് 3 days വർക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ സംതിങ് ലൈക്ക് it became something that I need to nourish myself. So I am enjoying cooking. So cook with me now. And food ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ട് നമ്മൾ പോകും. ഇതാണ് ഇവിടുത്തെ ഗാർഡൻ. ഇറ്റ്സ് കൈൻഡ് ഓഫ് മെസ്സി ബിക്കോസ് ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഫുൾ എല്ലാം കൊഴിഞ്ഞിരിക്കുക. ഇത്രയും നാൾ ഈ പാൻ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഒട്ടിയിരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇന്ന് ഞാൻ ട്രൈ ചെയ്യും. പക്ഷേ നമ്മൾ ഫുള്ളായിരിക്കുന്നു. സ്ക്രാമ്പിൾഡ് എഗ്സ് ആയിട്ട് മാറും. ഞാൻ എപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഫ്രൈഡ് അങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ്സ് റെഡി ആയി. ഓംലെറ്റ് ആയിട്ട് ട്രൈ ചെയ്തതാണ്, പക്ഷെ നടന്നില്ല. എല്ലാം ഈ പാനിൽ ഒട്ടിപ്പിടിക്കും. ഐ ഡോണ്ട് നോ ഹൗ ടു യൂസ് ഇറ്റ്. ഐ ഹാവ് വാച്ച് മൾട്ടിപ്പിൾ യൂട്യൂബ് വീഡിയോസ്. വർക്കാവില്ല. ഇനി നമുക്ക് ഒരു സൈഡിലോട്ട് കുറച്ച് ബ്രെഡ് ചൂടാക്കാൻ വെക്കാം. ഈ ബ്രെഡിൻ്റെ അവസ്ഥ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മുറിച്ചെടുത്തതാണ്. സവർഡോ ബ്രെഡാണ്. ഐ എം ട്രൈയിങ് ടു ബി ഹെൽത്തി ബിക്കോസ് ഞാൻ വർഷങ്ങളായിട്ട് അൺഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നു ഗൈസ്. പക്ഷേ നമുക്ക് നോക്കാം. എത്ര നാൾ ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ എപ്പോൾ വഴിയില്ല.
നല്ല ശോകമായിട്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. ബട്ട് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് കുറച്ച് ബാക്കി പാലുണ്ട്. ഞാനിനി ഇന്ന് പോയാൽ നാളെ രാത്രിയിലേ വരുള്ളൂ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കുടിച്ച് തീർക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാച്ച ഉണ്ടാക്കി വെക്കാം. ആൻഡ് കൊണ്ടുപോകാനും വണ്ടിക്കകത്ത് എടുത്തെടുത്തുകൊണ്ട് പോകാം. അതാകുമ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് കുടിക്കാം. ഉണ്ടാക്കാൻ വേണ്ടി ഓഫ് കോഴ്സ് കുറച്ച് മാച്ച എനിക്ക് കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാം. ആദ്യം കുറച്ച് മാച്ച പൗഡർ ആൻഡ് ദെൻ ഐ പുട്ട് സം സിനമൻ ഇൻ ദ സൈഡ്. ആ സിനമൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഇട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഐ ഡോണ്ട് ഹാവ് ആ ബാംബൂ വിസ്ക് ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചാണ് വിസ്ക് ചെയ്യാൻ പോകുന്നത്. ഇനി മാച്ചയുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, പാലെടുത്തു. ഇതിനകത്ത് ഞാൻ മാച്ച വിസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിക്കാൻ പോയാൽ എല്ലാം താഴെ വീഴും. It's so pretty. എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ഡേ ഇസ് മാച്ച. ഇങ്ങനെ ഒഴിക്കുന്നത് പിന്നെ ഇങ്ങനെ ഞാൻ അടയ്ക്കും. ഇത് ഞാൻ ഈ കപ്പിനകത്താക്കിയത് എനിക്ക് കൊണ്ടുപോകാൻ കൂടി കേട്ടോ. എനിക്കറിയാം ഞാൻ കുടിച്ചു തീർക്കാൻ ഒരു സാധനം എനിക്ക് കുടിച്ചു തീർക്കാൻ ഒരു 12 hours ചായ എവറിത്തിങ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിനകത്താക്കിയാൽ എനിക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. നല്ല ഡാർക്കായിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇത് മിക്കി വേണ്ട ഡേറ്റ്സ് പിക്കിളിന്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ആൻഡ് പുളി വെള്ളം, നമ്മുടെ ടാമറിൻഡ് വാട്ടർ ആൻഡ് ശർക്കരയുടെ നീര് ഉരുക്കിയത്, ഉപ്പ്, ഇത്രയാണ് സാധനങ്ങൾ വേണ്ടത്. പാനിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. ഇന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഇടാൻ പ്ലാൻ ഇട്ട് കിടക്കുന്നത് ഇതും പിന്നെ ഈ ഒരു ഷ്രഗാണ്. ദിസ് ഇസ് ഫ്രം ഷീൻ ആൻഡ് ദാറ്റ് ഇസ് ഫ്രം പ്രൈമാർക്ക്. സോ ദാറ്റ്സ് വാട്ട് ഐ എം പ്ലാനിങ് ടു വെയർ. പിന്നെ ഇതിൻ്റെ അടിയിൽ സ്റ്റോക്കിങ്സ് ഇടും ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി കോൾഡ്. സോ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഷോ യു മൈ ഔട്ട്ഫിറ്റ്. So this is my outfit. ഒരു ഡ്രസ് ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് കൈൻഡ് ഓഫ് എ സമ്മർ ഡ്രസ്. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് വെരി വാം. പിന്നെ എനിക്കൊരു സ്വെറ്റർ അതിൻ്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടെ കൂടുതൽ കഴിക്കുന്നതിന് മുമ്പ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ലിപ്സ്റ്റിക്ക് വേണം. ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ടച്ചപ്പ് ചെയ്തുകൊണ്ട് കഴിക്കണം, എന്നാലും എനിക്കൊരു സന്തോഷമുള്ളൂ. അപ്പം എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒന്ന് പെട്ടെന്ന് ബാഗ് പാക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പോകും. ഈ ഒരു ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ബാക്ക് പാക്ക്. ആൻഡ് ആദ്യം ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് എൻ്റെ അടുത്ത് തോമൽസ്. ബിക്കോസ് 1 day ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു സെറ്റ് ഓഫ് യൂണിഫോമും ഞാൻ പിന്നെ എൻ്റെ ടാബ്, പിന്നെ ഇതിനകത്ത് ഞാൻ എൻ്റെ കോംബോ, ഡിയോഡ്രൻറ്റ് ആൻഡ് പിന്നെ നൈറ്റിൽ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്ത മോസ്റ്റ് ഓഫ് ദ സ്റ്റഫ് ഞാൻ പിന്നെയും തിരിച്ചിട്ടാണ്. ആൻഡ് that's it. I just put all of that in. Closing and number. Just gonna keep one set of my personals and then ഇത് ഞാൻ അങ്ങോട്ട് ക്ലോസ് ചെയ്യും. സോക്സ് ഞാൻ സോക്സ് എടുക്കുക. ഇവിടെ ഞാൻ ഓൾവേസ് ഇതിനകത്ത് എൻ്റെ ഒരു ടൂത്ത് ബ്രഷും കുറച്ചൊരു ചെറിയ പാക്കറ്റ് ഓഫ് ടൂത്ത് പേസ്റ്റും കാണും. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്പേസ് എടുക്കുന്ന ഒരു സാധനം കേട്ടോ. പിന്നെ എൻ്റെ ജേർണൽ ഫോർ ദ ഇയർ 2025 ജേർണൽ. ആൻഡ് ഇതിനകത്താണ് ഞാൻ എല്ലാം എൻ്റെ ഒരു പ്ലാൻ ഫോർ ദ ഡേ എഴുതി വെക്കുന്നത്. ഇതെടുത്ത് വെക്കുന്നു. ആൻഡ് ഇതാണ് ഞാൻ വർക്കിന് കൊണ്ടുപോകുന്ന ബാഗ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഷിഫ്റ്റ്സ് ആണെങ്കിൽ ഇത് മാത്രമേ കൊണ്ടുവരുള്ളൂ. ബട്ട് സിൻസ് ഐ എം ട്രാവലിംഗ് ഐ വിൽ ഹാവ് ദിസ് ബാഗ് വിത്ത് മീ പ്ലസ് ദാറ്റ്. ഇനിയും 2-3 സാധനങ്ങൾ കൂടി എടുത്ത് വെക്കണം. വൺ ഇസ് എൻ്റെ ടിഫിൻ ബോക്സ്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി പാൻ കേക്ക്സ് ഇന്നലെ ഉണ്ടാക്കി എൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. സോ ഐ എം ടേക്കിംഗ് ദാറ്റ്. പ്ലസ് ഞാനൊരു പ്രോട്ടീൻ ബാർ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ മേടിച്ചതല്ല കേട്ടോ, എനിക്ക് കിട്ടിയതാണ്. ഐ ജസ്റ്റ് ഗോട്ട് ഇറ്റ് ഫ്രം വൺ ഓഫ് മൈ ഫ്രണ്ട്സ്.
And then I'm just taking this tiffin box and keeping it inside as well. Tiffin box കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടയ്ക്കും. ഇന്നലെ ഞാൻ എൻ്റെ കമ്മൽ കുറച്ച് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. I just wanted to wash it. So I'm just going to put that back on before I leave. So let's do that first. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം അടഞ്ഞിരിക്കും. അതുകൊണ്ട് എല്ലാം ഇട്ടിട്ട് പോകും. ഇനി ഈ സൈഡ്. തിരിച്ച് ഇടാൻ ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള ഒരു ഇയറിംഗ് ആണ് ഞാൻ ഇടാൻ പോണേ. അതെൻ്റെ ട്രാഗസ് പിയേഴ്സിംഗ് ആണ്. അത് ഞാൻ ഇവിടെ വന്നിട്ട് കുത്തിയത് കേട്ടോ. ബാക്കിയെല്ലാം നാട്ടി വെച്ച് ചെയ്ത കാര്യങ്ങളാണ്. ബട്ട് ദിസ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു പുട്ട് ബാക്ക്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് അത് അടഞ്ഞിട്ടില്ല, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ വെരി ഡിഫിക്കൽട്ട് ടു പുട്ട് ബാക്ക്. ഐ ഡോണ്ട് നോ വൈ. ബിക്കോസ് ഒരു ഫീൽ കിട്ടില്ല. അതിൻ്റെ ആ ഹോൾ എവിടെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റാറില്ല മിക്കവാറും. സോ നോർമലി ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്കിന്ന് കുറച്ചുകൂടെ സോഫ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ ആണ് ഞാൻ ഇടാറുള്ളത്. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി ഭയങ്കര ടയേർഡായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പം ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. നൗ ഇറ്റ്സ് ഐ ഡോണ്ട് നോ, ഐ കാൺട്ട് പുട്ട് ഇറ്റ് റൈറ്റ് നൗ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകണത്. ഇഫ് ഐ ഡോണ്ട് പുട്ട് ഇറ്റ് ടുഡേ ഇറ്റ് വിൽ ക്ലോസ്. ഞാനിത് റീസെൻ്റ്ലി ഒരു 6 months ആയിട്ടുള്ളൂ പിയേഴ്സ് ചെയ്തിട്ട്. സോ ഇറ്റ് ഹാസ് എ ഹൈ ചാൻസ് ഓഫ് ക്ലോസിങ്. ആൻഡ് കഷ്ടപ്പെട്ട് കുത്തിയതോ ഒന്നൊന്നും ഹീലായി വന്നതേ ഉള്ളൂ. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു, ഐ കാൺ റീപിയേഴ്സ് ഇറ്റ് അഗൈൻ. അതുകൊണ്ട് അതിന് ക്ലോസ് ആവാതെ എനിക്ക് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോകും. നമ്മൾ 1 o'clock മുമ്പ് ഇറങ്ങണം എന്നായിരുന്നു പ്ലാൻ ഇട്ട്. ഓൾറെഡി 1:10 എന്തോ ആയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങാം. നമ്മളിനിയും ready to go ആണ്. So I kept the protein bar in the car and this matcha drink that I have left. അതും ഇനി നമ്മൾ പോവാൻ മാപ്പ് സെറ്റ് ചെയ്യണു, പോണു. എൻ്റെ ദൈവമേ, ഇപ്പോഴാണോ പറയുന്നത്? I don't know if I should change now. There's too many cars coming. Stress. ഈ വണ്ടി ഓടിക്കുന്നതേ സ്ട്രെസ്സാ. ആൾക്കാർ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചോടെ പോകണു ഗൈസ്. ഇത് നേരെ മാത്രം പോകാൻ പറ്റുന്നുള്ളൂ. നോക്കട്ടെ, റോഡ് മാർക്കിങ്സ് നോക്കിയാൽ നമുക്ക് നേരെ കാണിക്കുന്നത്. നമുക്ക് ഇത് വെച്ച് Come on, let me go. Come on. Thank God. Mari guys, mari. നമ്മൾ എത്തിയിരിക്കുന്നു. Thank God the road divides into 3. എനിക്ക് റൗണ്ട് അബൌട്ട്സ് ഭയങ്കര പേടിയാ കേട്ടോ. എങ്ങനെയോ ലൈസൻസ് കിട്ടിയതാ, അതും കുറേ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്. സോ വെരി സ്ട്രെസ്ഫുൾ. ഇങ്ങനെ കുറേ ലെയിൻസ് ഉള്ള റൗണ്ട് അബൌട്ടാ. നമ്മൾ ലെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. നമുക്ക് തേർഡ് എക്സിറ്റ് എടുക്കണ്ടേ. നമ്മൾ പക്ഷെ ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് ഇങ്ങോട്ടും നീങ്ങാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ പോലെ അല്ല, ആക്സിഡൻസ് ഉണ്ടാവും. സോ യു ഹാവ് ടു ബി കെയർഫുൾ. ഇറ്റ്സ് വാട്ട് ഐ കൻ സേ. ഇതിനകത്ത് ഏത് റൗണ്ട് അബൌട്ടാ? അടുത്ത് ഇവിടുന്ന് അടുത്ത് പോകണം. അല്ലേ, നമ്മളങ്ങനെ ഹൈവേയിലോട്ട് കയറാൻ പോവാ. അപ്പം എനിക്ക് സ്പീഡ് കൂട്ടണം. സ്ട്രെസ്സാണ് ഗൈസ്. വണ്ടി ഇവിടെ ഓടിക്കുന്നത് സ്ട്രെസ്ഫുൾ. നാട്ടിൽ ഐ ഫീൽ ലൈക്ക് എല്ലാവരും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താണ് പോണേ. സോ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ലെസ് സ്ട്രെസ്ഫുൾ ബാക്ക് ഹോം. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ എത്തി, റെഡിങ്ങിലെത്തി. ഓൾമോസ്റ്റ് ഒരു 1 hour and 30 minutes എടുത്തു ഇവിടെ എത്താൻ. ആൻഡ് ഇത് നോർമലാണ്, നമുക്കിങ്ങനെ
ഹോട്ടലിൽ ഇനി ചെക്ക് ഇൻ ചെയ്യാം. ഇവിടെ ഹോട്ടലിൽ എപ്പോഴും ഇങ്ങനെ നമുക്ക് തരും. നമുക്ക് കൂടുതൽ ട്രാവൽ ടൈം ഉള്ള സൈറ്റ് ആണെങ്കിൽ നമുക്ക് തലേദിവസം ഹോട്ടലിൽ തരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയേക്കുന്നത്. നാളെ എനിക്ക് റെഡിങ്ങിലാണ് ഡ്യൂട്ടി ഉള്ളത്. ഞാനിപ്പോൾ മിൽട്ടൺ കീൻസിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി. ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അവളുടെ കാറാണ് ഞാനിവിടുന്ന് ഓടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അവൾ ഇന്ന് ലണ്ടനിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം അവൾ കഴിഞ്ഞിട്ട് ഞാൻ അവളെ പിക്കപ്പ് ചെയ്തിട്ട് ഹോട്ടലിൽ തിരിച്ചു കൊണ്ടുവന്ന് വിൽ സ്റ്റേ ഹിയർ. ഷീ ഹാസ് എ സെപ്പറേറ്റ് റൂം. ഓരോരോ സ്റ്റാഫിനും ഓരോരോ റൂംസ് അവർ അലോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ താമസിച്ച് നാളെ അവിടെ ഷിഫ്റ്റ് ചെയ്ത് നാളെ തിരിച്ചു പോകും. നമുക്കൊന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം, സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാം റൂമിലോട്ട്. ഇറ്റ്സ് ജസ്റ്റ് 2:45 കേട്ടോ. സ്റ്റിൽ വെരി ഡാർക്ക്. ഒരു 3 മണിയാകുമ്പോൾ ഇവിടെ ഇനിയും ഡാർക്ക് ആവും. ഇതാണ് റെഡി. Yes, I did. No, I haven't. 627 Okay. So empty. Oh, it's a nice room. ഇതാണ് ഇന്നത്തെ റൂം, ഹോട്ടൽ സ്റ്റേ. സോ ദിസ് is the wash. ഇതാണ് ടോയ്ലറ്റ്. Just enough for one person. അല്ല, നല്ല 2 പേർക്ക് താമസിക്കാം. So this is the room. There's a long mirror. And then ഇതാണ് റൂം. ഇങ്ങനെ സാധനം വെക്കാനൊരു സ്ഥലമുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് വേറൊരു റൂമിലോട്ട് ഇങ്ങനെ കയറാൻ വേണ്ടിയുള്ളത്. അതൊരു ക്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. നല്ല രസമുണ്ട്. ഇറ്റ്സ് നൈസ്. ഇതാണ് നമ്മൾ ഇന്നത്തെ റൂം. ബാത്റൂമിലെ ഈ ഒരു ഹോട്ടലിലെ ലൈറ്റിംഗ് ഇസ് മൈ ഫേവറേറ്റ് ലൈറ്റിംഗ്. എൻ്റെ ഹെയർ കളറും കുറച്ച് കാണാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സോ ഞാനിപ്പോൾ ഹണീനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഷീ ജസ്റ്റ് ഫിനിഷ്ഡ് ഹർ ഷിഫ്റ്റ്, സോ ഷീ ഡിഡ്ന്റ് വാണ്ട് ടു ബി ഓൺ ക്യാമറ. സോ ഐ പിക്ഡ് ഹർ അപ്പ് ആൻഡ് ഐ ബ്രോട്ട് ഹർ ബാക്ക് ടു ദ സെയിം ഹോട്ടൽ. ഷീ ഈസ് ഇൻ അനദർ റൂം. അപ്പോൾ അവൾ ഇന്നൊന്ന് ഫ്രഷ് ഒന്നായിട്ട് ഷീ ടോൾഡ് മീ ഷീ വിൽ ഗിവ് മീ എ കോൾ വെൻ ഷീ ഈസ് റെഡി ആൻഡ് ദെൻ വിൽ ഗോ ഡൗൺ ഫോർ ഡിന്നർ. ഏർലി ഡിന്നർ ആയിരിക്കും, ബിക്കോസ് നമുക്ക് നാളെ 2 പേർക്കും ഷിഫ്റ്റ് ഉണ്ട്. അവൾക്ക് ഇന്ന് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. സോ വി ഗോണ ജസ്റ്റ് eat an early dinner and then we'll go to sleep actually. അപ്പോൾ എന്താ കഴിക്കേണ്ടതെന്ന് നമുക്ക് മെനു നോക്കി ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ഡേ ലൈക്ക് ഹോട്ടൽസിൽ വന്നു കഴിഞ്ഞാൽ ഇസ് ടു ലുക്ക് അറ്റ് വാട്ട് ഐ എം ഗോയിങ് ടു ഈറ്റ് ഇൻ ദ മെനു ആൻഡ് പ്ലാൻ ഇറ്റ്. നമുക്കത് ചെയ്യാം. We have like 25 pounds to spend. നമ്മൾ ഈ ഡ്യൂട്ടിയുടെ ദിവസത്തിൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 25 pounds ഉണ്ട് സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ മെനുവിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് കഴിക്കാം. പക്ഷേ ഇവിടെ പ്രോബ്ലം ഇസ് നമ്മളിതൊക്കെ മോസ്റ്റ് ഓഫ് ദ ഹോട്ടൽസിൽ പോയിട്ട് കഴിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. ഓൾമോസ്റ്റ് സെയിം മെനു ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഐ തിങ്ക് ഐ എം ഗോയിങ് ടു ഗോ ഫോർ ദ ചിക്കൻ സ്നിറ്റ്സ്. ഇതാകുമ്പോൾ ഒരു ക്രം കോട്ടഡ് ആയിട്ടുള്ള ഒരു ചിക്കനാണ്. അതല്ലെങ്കിൽ ഇതാണ് ഞാൻ ഓപ്ഷനായിട്ട് വെച്ചത്. ഇതിനകത്താണെങ്കിൽ മാഷ്ഡ് പൊട്ടേറ്റോസും ക്യാരറ്റ്സ്, പീസ്, ഗ്രേവി ഒക്കെ ഉണ്ട്. മേ ബി ദിസ് ഓർ ദിസ്, ഐ എം നോട്ട് ഷുവർ. നോക്കട്ടെ. When will we have breakfast? Can I talk? Yeah, you can talk. Alright. It should be like a video. Okay. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. നേരത്തെ കിടക്കാൻ പോവാ. 7:26 ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ ഭയങ്കര ഡാർക്ക് ഔട്ട് സൈഡ്. ഒരു 3-3:30 ആകുമ്പോൾ തന്നെ 3 ആകുമ്പോൾ സൺസെറ്റ് ആവുന്നുണ്ട് ഇപ്പോൾ, ഡിസംബർ ആയതുകൊണ്ട്. സോ വി ഡോണ്ട് നോ എപ്പോഴാണ് തിന്നണ്ടേ, എപ്പോഴാണ് കിടക്കണ്ടേ ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കിടക്കാൻ സമയമായെന്ന് തോന്നുന്നു. ആദ്യം ജസ്റ്റ് ഒന്ന് ഫേസ് കഴുകാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഞാൻ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ലിപ്സ്റ്റിക്ക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്.
അതോ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഫേസ് കഴുകും, ബിക്കോസ് ഞാൻ മൈസെലർ വാട്ടർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ മേക്കപ്പ് ഊരാൻ വേണ്ടി. അപ്പോൾ ഇട്ടത് മൊത്തത്തിൽ ഊരി വരാൻ വേണ്ടി ഞാൻ 2 പ്രാവശ്യമാണ് ഫേസ് കഴുകുന്നത്. എൻ്റെ സ്കിൻ ഓൾറെഡി ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഗെറ്റ്സ് എക്സ്ട്രാ ഡ്രൈ. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ ഒത്തിരി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്. തീയാറി. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടാം. റിച്വൽസിൻ്റെ ഷിയ ബട്ടൺ യൂക്കലിപ്റ്റസിൻ്റെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി കൂൾ. ഞാൻ ആദ്യമായിട്ട് റിച്വൽസിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇറ്റ്സ് ബിക്കോസ് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക, അത് താഴേന്ന് ഇങ്ങനെ തുറന്നു വരും. ഇറ്റ്സ് വെരി കൂൾ. സോ എൻ്റെ സ്കിൻ ലുക്സ് ഹൈഡ്രേറ്റഡ് അല്ലേ? ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ലുക്കിംഗ് ഹൈഡ്രേറ്റഡ് ഫോർ മീ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ ഇന്നത്തേക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വെൻ ഐ എം ട്രാവലിംഗ് ഫോർ വർക്ക്. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ഞാനിനി എൻ്റെ അടുത്തൊരു വ്ളോഗിനകത്ത് ഐ വിൽ ഷോ യു ദ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് വർക്ക്. ആൻഡ് ദിസ് ഈസ് എ വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക way of work. I think it would be very interesting if you are interested in watching. Thank you for watching today and hope to get back soon with more videos. Thank you.